ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കിയ സംഭവത്തിൽ മാനേജ്മെന്റിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ലെന്നും ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് അധ്യാപികയ്ക്ക് സ്ഥിര നിയമനം ലഭിക്കാതിരുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. അലീനയ്ക്ക് താൽക്കാലിക ധനസഹായം നൽകിയിരുന്നുവെന്നും മാനേജ്മെന്റിന്റെ വിശദീകരണം. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃത്യമായി തന്നെ ശമ്പളം മുടങ്ങിയതിന്റെ പേരിലാണ് അലീന ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും നിഷേധിക്കുന്ന നിലപാടാണ് ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് അധ്യാപികയ്ക്ക് സ്ഥിരം നിയമനം ലഭിക്കാത്തത്. മാത്രമല്ല, ഈ കോളേജ് മാനേജ്മെന്റിന് 13 ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്ന് ഈ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ നിയമനത്തിനായി ഒരു തുക പോലും ഈ അധ്യാപികയിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. മാത്രമല്ല, അലീനയെ പോലെ നിരവധി അധ്യാപകർക്ക് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ അലീനയ്ക്ക് മാനേജ്മെന്റ് സ്വന്തം നിലയിൽ താൽക്കാലിക ധനസഹായം നൽകിയിരുന്നു എന്നൊക്കെയാണ് ഈ കോളേജ്മെന്റ് വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ സഹായം അലീനയ്ക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് കോളേജ് മാനേജ്മെന്റ് നൽകിയതല്ല. ഈ സ്കൂളിലെ അധ്യാപകർ ചേർന്ന് മാസം 280 രൂപ എല്ലാ അധ്യാപകരും ചേർന്ന് തിരിച്ചെടുത്ത് അതാണ് ഈ ശമ്പളമായി അലീനയ്ക്ക് നൽകിയിരുന്നത്. ഏതെങ്കിലും ഒരു ശമ്പളം ലഭിക്കുന്ന മുറയ്ക്ക് ഈ പണം തിരിച്ചു നൽകാമെന്ന ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ അധ്യാപകർ അലീനയ്ക്ക് പണം നൽകി സഹായിച്ചിരുന്നത്. അല്ലാതെ കോളേജ് മാനേജ്മെന്റ് ഒരു രൂപ പോലും ഇത്തരത്തിൽ ശമ്പളമായി അലീനയ്ക്ക് നൽകിയിട്ടില്ല എന്നാണ് മറ്റ് അധ്യാപകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അലീനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.